തോട്ടണ്ടി ഇറക്കുമതി കേസിൽ അഴിമതി നടത്തിയതിന് CBIക്ക് പ്രോസിക്യൂഷൻ അനുമതി കൊടുത്തിട്ടും അതിൽ പ്രതിയായിട്ടുള്ള KA രതീഷ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ UDF സർക്കാരിൻ്റെ കീഴിൽ 3 സുപ്രധാന തസ്തികകളിൽ ഇപ്പോഴും ഉണ്ട്. ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് ആദ്യം ഓർക്കുക. അതെ, ഇയാൾ പിന്നെ ഉദ്യോഗസ്ഥനായിരിക്കുന്നതിൻ്റെ എല്ലാം ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ കീഴിൽ ഇയാൾ ഡയറക്ടറായിട്ട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട ആൾ മുഖ്യമന്ത്രിയാണ്. അങ്ങനത്തെ ഒരു ഉദ്യോഗസ്ഥനെയാണ് ഈ CBIക്ക് പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി കൊടുത്തിട്ട് പോലും ഇപ്പോഴാണ് കസേരയിൽ തുടരുന്നത്. എന്തുമാത്രം സ്വാധീനം ഉണ്ടെന്ന് ആലോചിച്ചോളണം. ഈ മുഖ്യമന്ത്രിയും കോൺഗ്രസും അല്ലെ ഈ സർക്കാരും നിഷ്കളങ്കരാണെന്ന് ഇപ്പോഴും നമ്മൾ വിശ്വസിക്കണം. കാരണം ഏറ്റവും കൂടുതൽ പേരുദോഷം ഏറ്റുവാങ്ങിയത് ഈ രതീഷിനെ സംരക്ഷിച്ചിട്ടാണ് CPM-ഉം പിണറായി വിജയൻ. ഈ രതീഷിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി കൊടുക്കാതിരുന്നതിൻ്റെ പേരിലാണ് അന്ന് കോടതി അലക്ഷ്യം നേരിടേണ്ടി വന്നത്. എന്നാൽ അയാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി കൊടുത്തപ്പോൾ പോലും അയാൾ കോൺഗ്രസ് സർക്കാരിൻ്റെ കീഴിൽ സുപ്രധാനമായിട്ടുള്ള 3 തസ്തികകൾ ഇരിക്കുന്നു. ഒന്ന് റൂട്രോണിക്സിൻ്റെ MD, ഖാദി ബോർഡിൻ്റെ സെക്രട്ടറി, പിന്നെ ഖാദി ക്ഷേമനിധി ബോർഡിൻ്റെ CEO. ഇങ്ങനെ 3 പോസ്റ്റിൽ ഈ അഴിമതിക്കാരൻ, ഈ തോട്ടണ്ടി കള്ളൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, ഈ തോട്ടണ്ടി അഴിമതി ഉണ്ടാക്കിയ കേസിൽ CBIക്ക് പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചിട്ട് വിചാരണ നേരിടാൻ പോകുന്ന വ്യക്തിയാണ് 3 സുപ്രധാന തസ്തികകൾ ഇരിക്കുന്നത് എന്ന് ഓർമ്മ. ഈ നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ നമ്മൾ അന്വേഷണം അറിയാൻ കഴിഞ്ഞത് ഇയാൾക്കെതിരെ ഓരോ കോടതി വിധി വരുമ്പോഴും മട്ടൺ ബിരിയാണി വിതരണം ഓഫീസിലുണ്ടായിരിക്കുന്നതാണെന്നാണ്. കോടതി അയാൾക്ക് അനുകൂലമായിട്ട് അല്ല, എതിർവിധി അനുകൂല വിധിയുള്ള ആവശ്യമല്ല, എതിരെ വിധി. എനിക്കിത് പുല്ലാണെന്ന് കാണിക്കാൻ വേണ്ടി. അല്ലേ, സുപ്രീം കോടതി വിധി ഇയാൾക്കെതിരെ വരുന്ന ദിവസങ്ങളിൽ ഇയാൾ മട്ടൺ ബിരിയാണി അവിടെ വിതരണം നടത്തും, എല്ലാവർക്കും വിതരണം ചെയ്യും. എനിക്കിതൊന്നും ഒരു വിഷയമല്ല. ഞാൻ കോടതികൾക്കൊക്കെ അതീതനാണ്. ഞാൻ ചന്ദ്രശേഖരന്റെ ആളാണ്, പിണറായിയുടെ ആളാണ്, എല്ലാവരും ആളാണ് ഞാൻ. ഇപ്പൊ പിണറായി മാറി സതീശൻ വന്നപ്പോഴും പേര് മാറി എന്നുള്ളതല്ലാതെ വേറെ വ്യത്യാസമൊന്നും. തുടർച്ചയാണല്ലോ, തുടർച്ചയാണ്. അതാണ് എന്തുകൊണ്ടാണ് ഈ തോട്ടണ്ടി ഇറക്കുമതി കേസിൽ ഈ പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കാൻ CPM മടിച്ചതെന്ന് നമുക്കറിയാം. പിണറായിയുടെ പ്രിയങ്കരായിരുന്നു ഇവർ രണ്ടുപേരും, ഈ സതീശനും ഈ രതീഷും അതുപോലെ തന്നെ ചന്ദ്രശേഖരൻ, INTUC നേതാവായിട്ടുള്ള ചന്ദ്രശേഖരൻ. അയാളെ പൊതിഞ്ഞു പിടിച്ച് എത്ര വർഷമായിട്ട് സംസ്ഥാന പ്രസിഡന്റ് മാറ്റിയിട്ടുണ്ട് ഇല്ല. അല്ല, അത് അയാളുടെ ആണ്. ഈ INTUC പുള്ളിയുടെ സ്വന്തമാണ്. പുള്ളി ആര് മാറ്റണം? പുള്ളി മാറണം. പണ്ട് സുരേഷ് ബാബു എന്ന് പറഞ്ഞ കൊല്ലത്തുള്ള നേതാവായിരുന്നു ഈ INTUC. സ്ഥിരം അദ്ദേഹം ഈ ബേബി ജോണെതിരെ മത്സരിക്കുകയായിരുന്നു, ജയിച്ചിട്ടില്ലായിരുന്നു. അത് വലിയ നേതാവായിരുന്നു INTUC. അദ്ദേഹത്തിൽ നിന്നാണ് പിന്നീട് ചന്ദ്രശേഖരനിലേക്ക് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം എത്തുന്നത്. ഇതിങ്ങനെ തലമുറയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിടൂലെന്നോ, അവരുടെ സ്വകാര്യ സ്വത്താണ്. അതെ. അപ്പോൾ ഈ പറയുന്ന ഈ 2 പേർക്കും എതിരായ പ്രോസിക്യൂഷൻ അനുമതി പിണറായി സർക്കാർ നിഷേധിച്ചത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അഴിമതി നടത്തുന്ന പിണറായിക്ക് വേണ്ടിയാണ്. അപ്പോൾ പിന്നെ അവരെ പിണറായിക്ക് സംരക്ഷിച്ചേ പറ്റൂ. പിണറായിക്ക് അഴിമതി നടത്തുന്നവരുടെ പ്രത്യേകതര വാത്സല്യം. ഇത് എങ്ങനെ ഒപ്പിക്കുന്നു? കൊച്ചു കള്ളൻ എന്നായിരിക്കും ചോദിക്കുന്നത്. ഞാൻ വിചാരിച്ചിട്ട് നടന്നില്ലല്ലോ എന്നായിരിക്കും അദ്ദേഹത്തിന്റെ ഉള്ളിൽ. എൻ്റെ അതേ ലൈനിലുള്ള ആളാണ്, പ്രത്യേക ആക്ഷൻ പുള്ളി കാണിക്കും. അതെ. അപ്പം അങ്ങനെ പിണറായി ഈ അഴിമതിക്കാരെ സംരക്ഷിച്ച് ഇവരെ പൊതിഞ്ഞു പിടിച്ച് കോടതിയെ വരെ വെല്ലുവിളിച്ച് കോടതി ലക്ഷ്യം വന്നാലും വേണ്ടുകയില്ല, ഞങ്ങൾ രക്ഷിക്കും എന്ന് പറഞ്ഞ് IAS ഉദ്യോഗസ്ഥരെ സാറെ വിളിക്കുന്നുണ്ട് ഹൈക്കോടതിയിൽ പോയിട്ട്. അതെ, അങ്ങനെ 2 സെക്രട്ടറിമാർ, ഇപ്പോഴും ഒരാളുടെ മാപ്പപേക്ഷ കോടതി അംഗീകരിച്ചിട്ടില്ല. അതെ, 2 സെക്രട്ടറിമാർ മാറി പിന്നെ മാപ്പപേക്ഷയുമായിട്ട് നടക്കുന്നതാണ് ഈ സർക്കാരുകൾ കാരണം. അപ്പോൾ എല്ലാവരും വിചാരിച്ചു പിണറായി വിജയൻ മാറി കോൺഗ്രസ് വരുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ പറഞ്ഞു ഒരു കാരണവശാലും ഈ സർക്കാരും അതിന് അനുമതി കൊടുക്കില്ല. INTUC-കാരനാണെങ്കിലും പിണറായി വിജയൻ്റെ മാനസപുത്രനായിരുന്നു ചന്ദ്രശേഖരൻ്റെ കൂട്ടുപ്രതി ആയതുകൊണ്ടാണ് രതീഷുമായിട്ടും അദ്ദേഹത്തിന് വലിയ അടുപ്പം ഉണ്ടായിരുന്നു. അവരെ രണ്ടുപേരും ഒരു വലിയ അമ്മക്കിളി കുഞ്ഞുകിളികളെ മാറോട് ചേർത്ത് സംരക്ഷിച്ച് ചിറകിനടിയിൽ ഒളിപ്പിച്ച് വെച്ച് ഈ കോടതി എന്ന് പറയുന്ന ശത്രുവിനെതിരെ ഒത്തിച്ചടിക്കാനുള്ള ശ്രമമാണ് പിണറായി വിജയൻ നടത്തിയത്. പക്ഷേ ഇതിൻ്റെ എല്ലാം ഭവിഷ്യത്ത് അനുഭവിച്ചത് വ്യവസായ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന മുഹമ്മദ് ഖനീഷ് ആയിരുന്നു. പിന്നീട് കെ ബിജു. ഈ മുഹമ്മദ് ഖനീഷ് അനുഭവിച്ച് ഒരു വരുവായി. എന്നാൽ പിന്നെ ഇനി കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ കൊടുക്കും എന്നാണ് കരുതി. അപ്പോഴെന്താണ്, സതീശൻ്റെ റൈറ്റ് ഹാൻഡാണ് ചന്ദ്രശേഖരൻ. സതീശന് വിരുന്നൊരുക്കുന്നു, പരവതാനി വിരിക്കുന്നു, സതീശനെ വീട്ടിൽ പിറന്നാൾ ആഘോഷിക്കുന്നു, എന്തൊക്കെ പരിപാടികളാണ് ഒപ്പിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടു നിന്നിട്ട് സതീശൻ എങ്ങനെ അയാളെ തഴയാൻ പറ്റും? അപ്പോൾ ഒരു ഉടായിപ്പ് അനുമതി അങ്ങോട്ട് വെച്ചു കൊടുത്തു. അതും മൊത്തം കോടതിയുടെ തലയിലോട്ട് വെച്ച് കിട്ടിക്കൊണ്ട്. അതായത് ഞങ്ങളുടെ കുഴപ്പമല്ല,
കോടതിയുടെ കുഴപ്പമാണ്. മറ്റേ വിചാരണ കോടതിയെ പോലെ ഇങ്ങോട്ട് പെരുമാറരുത്, കോടതി ഇങ്ങനെ ഞങ്ങളെ സമ്മർദ്ദത്തിലാഴ്ത്തിയാൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇനി അഥവാ നിങ്ങൾ അനുമതി തന്നിരിക്കുന്നു, അപ്പീൽ അധികാരത്തോടുള്ള അനുമതി ഞങ്ങൾ തന്നിരിക്കും. അപ്പീൽ അധികാരം അനുവദിക്കണോ വേണ്ടത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. AGക്ക് ബുദ്ധി ഉദിച്ചു. AG അത് അപ്പോൾ തന്നെ കട്ടയമ്പടം മാറ്റി വെച്ചതുകൊണ്ട് മാത്രമാണ് അത് അന്ന് നടക്കാതെ പോയത്. എന്താണെങ്കിലും ശരി, അങ്ങനെയുള്ള ഈ രതീഷിനെയാണ് ഇപ്പോൾ UDF സർക്കാർ 3 ബോർഡുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഖാദി ബോർഡ് എന്ന് പറയുന്ന ചെറിയ സ്ഥാപനമല്ല. ഖാദി ബോർഡ് വലിയ സ്ഥാപനമാണ്, ഒരുപാട് കോടിക്കണക്കിന് രൂപ ടേൺ ഓവറുള്ള വലിയ സ്ഥാപനമാണ് ഖാദി ബോർഡ്. നമ്മൾ ഖദർ എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ലാളിത്യമാണ്, ലഘു എന്നൊക്കെ നമ്മൾ കരുതുമെങ്കിലും ഖാദി ബോർഡ് എന്ന് പറയുന്നത് ഒരുപാട് ആസ്തിയുള്ള വലിയ തോതിലുള്ള ബിസിനസ് ഓരോ വർഷം നടക്കുന്ന സ്ഥാപനമാണ്. അങ്ങനെയുള്ള സ്ഥാപനത്തിൻ്റെ തലപ്പത്താണ് ഇയാൾ ഇപ്പോഴും ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അത്ഭുതകരമായി തോന്നുന്നു. അല്ല, UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഒരുപാട് സ്ഥാപനങ്ങളുടെ തലപ്പത്തുള്ളവരെ മാറ്റി. എന്നാൽ പിണറായി വിജയൻ നിയമിച്ച ചിലരോട് UDFന് പ്രത്യേക ഇഷ്ടമാണ്. ഇത് ഇയാളുടെ ഒരു വരവ് നോക്കാം. നമ്മൾ ഈ തോട്ടൻ്റെ അഴിമതിയിൽ ഇയാൾ പ്രതിയാക്കപ്പെടുന്നതിന് മുമ്പ് ഈ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വ്യവസായ പരിശീലന കേന്ദ്രമായിട്ടുള്ള KIED കീടിലാണ് ആദ്യം കൊടുത്തത് നിയമനം. ഇയാൾ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നില്ല എന്നാണ് തോന്നുന്നത്. അതെ, നേരിട്ട് ഇയാളുടെ വിദ്യാഭ്യാസ യോഗ്യത പോലും അറിയില്ല. പിന്നീട് ഇൻകൽ MD ആയി നിയമിച്ചു. ഇൻകൽ വലിയ സ്ഥാപനമാണ്. അതെ, അത് കഴിഞ്ഞപ്പോഴാണ് CBIയുടെ കേസിൽ പ്രതിയാകുന്നത്. CBI കേസിൽ പ്രതിയാകുന്നതോടെ ഇൻകലിൽ നിന്ന് ഒഴിവാക്കി ഖാദി ബോർഡ് സെക്രട്ടറി ആക്കി. CBI കേസുണ്ടെന്നുള്ളത് മറച്ചു വെച്ചു. CBI കേസുള്ള ആളെ ഒരിക്കലും നിയമിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒന്ന് ഓർത്തോണം, ഒരു സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരുന്ന് അഴിമതി കാണിച്ചതിന് ആണ് ഇയാളെ അവിടെ വെച്ചത്, ഇയാളെ പ്രതിയാക്കിയത്. അങ്ങനെ അഴിമതി കാണിച്ച ഒരു അഴിമതി വീരനെ വീണ്ടും ഒരു സ്ഥാപനത്തിൻ്റെ തലപ്പത്ത് കൊണ്ടുവെക്കുകയാണ്. അഴിമതിക്ക് കുറവുണ്ടാകുമോ, അഴിമതി തുടരുമോ, അതോ ഇയാൾ നല്ലവനാകുമോ? അതാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഈ ഖാദി ബോർഡിൻ്റെ സെക്രട്ടറി ആക്കിയ കൂടാതെ ഖാദി ബോർഡിൻ്റെ ക്ഷേമനിധി ബോർഡിൻ്റെ CEO, ഇതിനൊപ്പം ഖാദി ബോർഡിന് കീഴിൽ തന്നെയല്ല റൂട്രോണിക്സിൻ്റെ തലപ്പത്തും. അതെ, അതായത് ഇലക്ട്രോണിക്സ് മേഖലയിലെ വനിതാ സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഫെഡറേഷനാണ് ഈ റൂട്രോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും വലിയ ഒരു അഴിമതിക്കാരനെ, ഒരു കൊള്ളക്കാരനെ പിണറായി വിജയൻ്റെ കാലത്ത് കൊള്ള നടത്താൻ വേണ്ടി പ്രത്യേക താല്പര്യത്തിൽ നിയമിച്ച ആളെ, ഏതൊക്കെ കേസിൽ പ്രതിയായിട്ടും അതിലെല്ലാം പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ച ഒരാളെ വീണ്ടും ഇവിടെ കൊണ്ടുവയ്ക്കുകയാണ്. ഇവരെ സംരക്ഷിക്കുകയാണ്. ചന്ദ്രശേഖരൻ്റെ സ്വന്തക്കാരൻ നമ്മുടെ സ്വന്തക്കാരൻ എന്നുള്ളതാണ് അവിടുത്തെ തിയറി. പിണറായിയെ സംബന്ധിച്ചിടത്തോളം അഴിമതിക്കാരൻ ആരാണോ അവൻ എൻ്റെ കൂടെ നിൽക്കണം എന്നുള്ളതാണ് പിണറായിയുടെ ഒരു സിദ്ധാന്തം. VD സതീശനോട് ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചാൽ ഇയാൾ ഈ ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ സംസാരിച്ചു കളയും. എന്താണ് രതീഷിന് എന്താണ് കുഴപ്പമെന്നൊക്കെ വേണേൽ പുള്ളി ചോദിക്കും. അതാണ് ഇത്. എത്രയോ ആൾക്കാർ, ഇയാളുടെ പ്രായപരിധിയും കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞു. 67 വയസ്സായി. 65 വയസ്സിന് മേലെ ആരെയും വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരിടത്തും MD ആയിട്ട് വെക്കാൻ. ഇപ്പം നമ്മുടെ കൊച്ചിൻ മെട്രോയിൽ 65 വയസ്സ് കഴിഞ്ഞ ലോകനാഥ് വേറെ അയാളെ മാറ്റത്തില്ല. ഇതാണ് ഇവിടെ നടക്കുന്നത്. UDF ആയിക്കോട്ടെ, LDF ആയിക്കോട്ടെ, ഒരു ഭരണത്തിൻ്റെ തുടർച്ചയാണ് മറ്റേത്. പൂക്കിയൊക്കെ ആയിരിക്കാം, പക്ഷേ ജനങ്ങളുടെ മുന്നിൽ കള്ളത്തരവുമായിട്ട് മുന്നോട്ട് പോകാനാണ് പ്ലാനെങ്കിൽ ഇപ്പം CJPയുടെ ഒരു വിപ്ലവം കണ്ടല്ലോ, അതേപോലെ വരും. കാലം മാറി മറിഞ്ഞു. സോഷ്യൽ മീഡിയ അധിഷ്ഠിതമായിട്ടുള്ള സമരങ്ങളാണ് വരാൻ പോകുന്നത്. അവിടെ ആരും പാർട്ടിയും ജാതിയും മതവും നോക്കില്ല. മേനോനായാലും നമ്പൂരി ആയാലും നമ്പ്യാരായാലും ഈ എല്ലാ ആൾക്കാർക്കും ഇത് ബാധകമാണ് എന്ന് ഓർക്കും. ഈ ഇപ്പോഴത്തെ കുട്ടികൾ, ഈ പൂക്കിയെന്ന് വിളിച്ചാൽ അതേ കുട്ടികൾ തന്നെ അടുത്ത വോട്ടർമാരെന്ന് പറയുന്നത് നമ്മൾ ഓർത്ത്. അതാണ്.